മാധ്യമപ്രവർത്തകൻ വലത് നിരീക്ഷകൻ ഷാബു പ്രസാദ് കൂടി ചേരുന്നുണ്ട്. ഷാബു പ്രസാദ്, ഇനിയിപ്പോൾ ഈ വകുപ്പുകൾ ആർക്കൊക്കെ എന്നത് സംബന്ധിച്ച് സംശയങ്ങളും ആശങ്കയും ഒക്കെയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഈ ജനങ്ങൾക്ക് കൃത്യമായി പ്രകടമാകുന്ന അല്ലെങ്കിൽ ജനക്ഷേമത്തിന് ഉതകുന്ന വകുപ്പുകൾ, രാജ്യസുരക്ഷയെ നിർണ്ണയിക്കുന്ന വകുപ്പുകൾ, രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ നിർണ്ണയിക്കുന്ന വകുപ്പുകൾ, അതൊക്കെ പ്രധാനപ്പെട്ടത് ആഭ്യന്തരം, ധനകാര്യം, പ്രതിരോധം, റെയിൽവേ, പൊതുഗതാഗതം അല്ലെങ്കിൽ ഉപരിതല ഗതാഗതം, അത്തരം വകുപ്പുകളൊക്കെയാണ്. അത് പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP വിട്ടുകൊടുക്കാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? നോക്കൂ, ഇതൊരു കൊയലീഷൻ ഗവൺമെന്റ് ആണ്. അതെ, ഈ കൊയലീഷൻ ഗവൺമെന്റിലെ ഈ വകുപ്പുകൾക്ക് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന ചില ഭാഷ്യങ്ങൾ മാത്രമാണ്. ഇവിടെ ഡയലോഗ്സ് ആണ് നടക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാം. ഈ CCS എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ക്യാബിനറ്റ് കമ്മിറ്റി ഫോർ സെക്യൂരിറ്റി അഫയേഴ്സ്. അതിന്റെ അകത്ത് വേണമെങ്കിൽ അതിനെ സൂപ്പർ ക്യാബിനറ്റ് എന്നും പറയാം. അതായത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി ഉൾപ്പെടെ 5 വകുപ്പുകളാണുള്ളത്. അതൊന്ന് ധനകാര്യം, ആഭ്യന്തരം, വിദേശകാര്യം, രാജ്യരക്ഷ. അതെ, രാജ്യരക്ഷ, ഡിഫൻസ്. ഈ വകുപ്പുകൾ ഒരിക്കലും ഒരു കോയലീഷൻ ഗവൺമെന്റും ആ ഇതിനെ ഗവൺമെന്റിനെ ലീഡ് ചെയ്യുന്ന പാർട്ടിക്കല്ലാതെ കൊടുത്തിട്ടില്ല. എക്സെപ്റ്റ് ഒരേ ഒരു എക്സാം മാത്രമേ ഉള്ളൂ. പണ്ട് ജോർജ് ഫെർണാണ്ടസിനെ ഡിഫൻസ് മിനിസ്റ്റർ ആക്കിയിട്ടുണ്ട് വാജ്പേയി മന്ത്രിസഭയിൽ. കാര്യം ജോർജ് ഫെർണാണ്ടസുമായിട്ടുള്ള ഇക്വേഷൻ അത്രത്തോളം സ്ട്രോങ് ആയിരുന്നു. കാര്യം അവിടെ ഐഡിയോളജി മാറ്റർ ആവുന്നുണ്ട്. ആ ഇക്വേഷൻ, അതിന്റെ ഒരു വേവ് ലെങ്ത് മാച്ചിങ്, ഇതെല്ലാം അവിടെ വേണം. അവിടെ നിന്ന് ഒരിക്കലും ഒരു കൺഫ്യൂഷനും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ആ വകുപ്പുകളൊന്നും പോവില്ല. അത് മാത്രമല്ല, റെയിൽവേ, ഉപരിതല ഗതാഗതം, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ, അതായത് NDA ഗവൺമെന്റിന്റെ കഴിഞ്ഞ 10 വർഷമായിട്ട് തന്നെ 2 കോർ ആയിട്ടുള്ള വകുപ്പുകളാണ്. വളരെ കാര്യം വളരെ റവല്യൂഷണറി ആയിട്ടുള്ള ഡെവലപ്മെന്റും കാര്യങ്ങളുമാണ് അതിൻ്റെ അകത്തുണ്ടായത്. അതുമല്ല, വളരെ ദീർഘകാല ലക്ഷ്യങ്ങൾ ഈ 2 വകുപ്പുകളിൽ, ഈ 2 മേഖലകളിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതെ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഇനി അടുത്തൊരു 10-25 വർഷത്തേക്കുള്ള കാര്യങ്ങളാണ് അവിടെ ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഉപരിതല ഗതാഗതം, റെയിൽവേ, ആ വകുപ്പുകളെല്ലാം BJP തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക. പ്രധാനമന്ത്രി ആദ്യം തന്നെ 10 വർഷത്തേക്കുള്ള കാര്യങ്ങൾ ആണ് ചർച്ച ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഒരു സംശയം, ഈ NCP എന്തായാലും മന്ത്രിസഭയുടെ ഭാഗമായിട്ടില്ല. അത് ക്യാബിനറ്റ് പദവിക്ക് താഴെയുള്ള ഒരു മന്ത്രിസ്ഥാനം വേണ്ട എന്ന നിലപാടിലേക്ക് എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൂടി താങ്കൾക്ക് അറിയാമല്ലോ. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അപ്പോൾ NCPക്ക് പ്രകടമായ ഒരു വിയോജിപ്പുണ്ട്. അല്ലെങ്കിൽ ഈ പഴയ NCPയിലേക്ക് അല്ലെങ്കിൽ NCPയുടെ ലയനം വീണ്ടും ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല എന്നൊരു തോന്നൽ ഇപ്പോഴുണ്ടോ? രാഷ്ട്രീയത്തിലെ സാധ്യതകൾ ഒരിക്കലും ആർക്കും നിർവചിക്കാനൊന്നും പറ്റില്ല. അതൊക്കെ എന്തും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്ന പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു നേരെ ഉരുട്ടി വെളുക്കുന്നതിന് മുമ്പൊക്കെ ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന് വരും. പിന്നെ മറ്റൊരു കാര്യം, ഈ കൊയലേഷൻ പാർട്ട്നേഴ്സ്, പക്ഷെ ഇന്നലെ അജിത് പവാർ അതിൻ്റെ അകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, സിയറിംഗ് സെറിമണിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെ നിന്നാലാണ് കൂടുതൽ മെച്ചമുണ്ടാവുക, ലാഭമുണ്ടാവുക, തങ്ങളുടെ പാർട്ടിക്കും തങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ജനങ്ങൾക്കും പ്രയോജനമുണ്ടാകുക എന്ന് നോക്കിയാണ് ഇവരെല്ലാവരും ഈ കൊയലേഷൻ പാർട്ട്നേഴ്സ് എല്ലാം തീരുമാനങ്ങൾ എടുക്കുകയും നയങ്ങൾ രൂപീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പൊ ഈ അജിത് പവാർ ഇവിടുന്ന് വിട്ട് അങ്ങോട്ട് പോയാൽ ആർക്കാണ് നഷ്ടം? BJPക്ക് ഈ സർക്കാരിന് ഒരു നഷ്ടവും സംഭവിക്കാനില്ല, ഒന്നും സംഭവിക്കില്ല. അല്ല, ഈ സർക്കാരിനില്ലായിരിക്കാം, പക്ഷേ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അതെ, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ആ സംസ്ഥാന വിഷയങ്ങളായിരിക്കും. സംസ്ഥാന വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക. അതില് എങ്ങനെയാണത് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളത്, ഇനിയിപ്പോ ഇത് എങ്ങനെയൊക്കെയാണ് ഇത് മാനേജ് ചെയ്യുക, അതിന്റെ ഇക്വേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ
ഇനിയും നമുക്ക് കാണാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റിൽ ചില ഫോർമുലകളുണ്ട്. ആ ഫോർമുലകൾ അനുസരിക്കാൻ ഫോളോ ചെയ്യാൻ എല്ലാവരും ബാധ്യസ്ഥരാണത്. ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് മാത്രം ആ ഫോർമുല ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അത് വളരെ, അതായത് ഇനി എത്രയൊക്കെ മസിൽ ഭരിപ്പിച്ചാലും, ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഇത് ഒരു കോയലേഷൻ ഗവൺമെന്റ് ആണ് എന്നുള്ളത് കൊണ്ട് എന്തായാലും നരേന്ദ്രമോദിയുടെ ആ ഒരു കാഴ്ചപ്പാടിനോ അദ്ദേഹത്തിന്റെ രീതികൾക്കോ 1% പോലും മാറ്റമുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശരി, അത് നമുക്ക് തീർച്ചയായും വരും ദിവസങ്ങളിലടക്കം